പേടിയാവുണ്ട് വിനു. അച്ഛനാണെങ്കിൽ ജാതകവും പോയി നോക്കി 10 പൊരുത്താന്നൊക്കെയാ പറയണേ. അവൻ എത്രയും പെട്ടെന്ന് നടത്താനുള്ള പ്ലാനില്ല. ഏയ് നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ മുന്നിലൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. സംഗതി സെറ്റായ കുറച്ച് കാശിൻ്റെ കയ്യിൽ വരും. കാശ് വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്താ ഇവിടെ കൂട്ടാൻ വെക്കാനൊന്നുമില്ല. നീ വരുമ്പോഴേ ആ പാപ്പന്റെ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് പോവാ. ആ ശരി. നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരി. ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം. ഞാൻ പോട്ടെ. നീ പോളേ അങ്ങനെ പോ. പാപ്പ ഒരു ഗ്ലാസ് അല്ല, ഒരു ഗ്ലാസ് കുടിക്കണത് നല്ലതാ. നല്ല ശോധന കിട്ടും. കുടിച്ചോ. എനിക്കും വയറിന് ലേശം പ്രശ്നം ഉണ്ടായിരുന്നു. നീ വല്ല ഗുളികയുമായി കഴിച്ചടാ. പാപ്പോയ്, ആ മത്തങ്ങ എന്താ വരാ? മത്തങ്ങ കൊടുക്കണില്ല. കുമ്പളങ്ങ കൊടുക്കണില്ല. എന്തെനിക്കൊരു അരക്കിലും പരിപ്പുതാ. പരിപ്പ് തീർന്നു പോയി. ഏയ് പരിപ്പല പാപ്പ എനിക്കിപ്പോ തന്നെ. അതോടുകൂടി ഇവിടുത്തെ തീർന്നു. നീ പൊക്കടേക്ക. അപ്പൊ എനിക്ക് തരാൻ ഈ കടയിൽ ഒന്നുമില്ല. നിനക്ക് തരാൻ ഒന്നുമില്ല. ആയിക്കോട്ടെ. പൊക്ക. കുമ്പളങ്ങ അവിടെ വെക്കടാ. കളവന്റെ ഒരു കുമ്പളങ്ങ. 30 ലിറ്റർ സാധനം അവിടെ വെച്ചിട്ട് ഒരു പെഗ് തരാത്തവനവൻ പച്ചവെള്ളം അവന് കൊടുത്തു പോകരുത്. കൊടുക്കരുത്. ആ എന്നെ കല്യാണം വിളിക്കാത്ത തെണ്ടിയത്. വെറുതെ അല്ല പെങ്ങൾ വിളിച്ചോടി അല്ലേ? ഒട്ടും കൊത്തില്ലടയ്ക്ക. ഒട്ടും കൊത്തില്ല. ഞാൻ മുണ്ടാന്ന് ശരിക്കട്ടെ. എന്താ സുമേഷേ, മൊത്ത സീനാണ്. എന്തല്ലയാ, നിന്നെ അന്വേഷിച്ച എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട്. അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട്. കണ്ടപ്പോ തന്നെ നീയാന്ന് എനിക്ക് മനസ്സിലായി. ഏതേലും വിട്ടു കൊടുക്കൂട്ടാ, ഉറപ്പണളിയാ. പണിയാട്ടാ. നീ സാധനം എവിടെ താഴ്ത്തിയേ? അതൊക്കെ ഉണ്ട്, സീക്രട്ടാ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഒന്നുമില്ലടി. ഒന്നുമില്ലേ? സുമേഷേണ്ട മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ? എന്തിട്ടാ കാര്യം പറയ്. ഒന്ന് പോയിടി അവിടെ. നിനക്ക് എന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? നിനക്ക് ആ സീരിയലിൽ പ്രശ്നം പറഞ്ഞിട്ട് ഇരുന്ന പ്രശ്നം. ഇന്ന് ഞായറാഴ്ചയാ, സീരിയലൊന്നും ഇല്ല. നെഞ്ചത്തോട്ട് കയറും അവളുടെ കാര്യം. ഞാൻ അന്വേഷിക്കും. നിനക്ക് തയ്ക്കാനൊന്നുമില്ലടി. തയ്ക്കാനൊന്നും ഇല്ല. എന്താ കളിയാ, ഭയങ്കര ചുമയാണല്ലോ. ആളാ സിഗരറ്റ് വലിച്ചിട്ടേ കപം കെട്ടിന്ന് ഭയങ്കര വലിയപ്പോ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. എന്തോ കാണിച്ചിട്ടുണ്ട്. ഹേയ്, വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല, ഒരു ഏത്ത പോലും പഴുക്കൂല, ഒരു പൂത്തിരി പോലും കത്തൂല, ഒരു കാലച്ച പോലും കേക്കൂല. വസന്തം വരട്ടെ, വർണ്ണങ്ങൾ വിരിയട്ടെ, കവികൾ എഴുതട്ടെ, പാട്ടുകൾ പാടട്ടെ. ആ ഫോണിനടുത്ത് സോമിയെ, നീ അറിഞ്ഞ എന്ത്? എടാ, നമ്മുടെ വിനുനെ. അപ്പൊ നീ അറിഞ്ഞില്ലേ? പറയടാ. നമ്മുടെ വിനുനെ കൊറോണയാ. കൊറോണയാ? എപ്പോ? ഞാൻ ഇന്നലെ കൂടെ കണ്ടാണല്ലോ അവനെ. അതല്ല ഞാൻ നിന്നെ വിളിച്ചേ, പുറത്താരും അറിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോ അവൻ ഭയങ്കര ചുമ. അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാ എനിക്ക് കാര്യം മനസ്സിലായത്. പുറത്ത് പറയാനുള്ള മടിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഒത്തിക്ക് തീർക്കാനുള്ള പരിപാടിയാ. അത് കൊള്ളാലോ. ഇനിയിപ്പോ പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും. ആരേലും എന്തേലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ മതി, കൂടുതലായിട്ടൊന്നും പറയാൻ കണ്ട. ഇന്നലെയും കൂടി ഞാനും കപ്പനും സാമ്പാറും പാലത്ത് വെച്ചാൽ സംസാരിച്ചാണ്.
ശരിയാ, അപ്പൊ അവന് നല്ല ചുമയുണ്ടായി. അപ്പോഴെങ്കിലും അവനൊന്ന് പറഞ്ഞൂടെ? ആ സംഭവം കൊറോണയാണ് അറിയാലോ സിനു. നോക്കി കൈകാര്യം ചെയ്യും. ശരിയളിയാ.